ഹലോ ഓൾ, നമ്മൾ ഇന്ന് ദർശന പ്രീ നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാണ്. എന്താണ് ദർശന പ്രീ നീറ്റ് എക്സാമിനേഷൻ? ഒരുപാട് ഫുൾ മോഡൽസ്, ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരുപാട് എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തു. എന്നിട്ട് പ്രീ മോഡൽ എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ബേസിക്കലി ഒരു അൺനോൺ ഫിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഈ അൺനോൺ ഫിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനും അതേ സെനാറിയോ ക്രിയേറ്റ് ചെയ്ത് അവർക്കുണ്ടാകുന്ന എക്സാമിനേഷൻ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ അതേ പാറ്റേണിൽ തന്നെ നീറ്റ് എക്സാമിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കൃത്യം 11 മണി ഗേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ ID കാർഡ് വെരിഫിക്കേഷനും അഡ്മിറ്റ് കാർഡ് വെരിഫിക്കേഷനുമാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മളൊരു തെറോ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ NTA ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള പ്രോപ്പർ ഡ്രസ് കോഡ് നോംസ് പാലിക്കേണ്ടതാണ്. ശേഷം മെറ്റൽ ഡിറ്റക്ടർ, ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഐറിസ് സ്കാനർ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുശേഷം രജിസ്റ്റർ നമ്പർ, എക്സാമിനേഷൻ ഹാൾ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നോട്ടീസ് ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുകൂടി നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്ത് എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൃത്യമായി നമ്മുടെ രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ചെയ്ത പൊസിഷനിൽ തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ള ടൈം മൈൻഡ് റിലാക്സേഷനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുമുള്ളതാണ്. 11 മണി മുതൽ 1:30 വരെ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. കൃത്യം 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. टाइम हो गया था, अभी 1:30 क्लोजिंग टाइम हो गया। നീറ്റ് എക്സാം ആണ്. അപ്പം നമ്മുടെ ആ സമയക്രമം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1:30 ശേഷം ഒരു കാരണവശാലും നമുക്ക് അനുവദനീയമല്ല. 1:30 1:45 ഇടയിൽ ഇൻവിജിലേറ്റേഴ്സ് ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് നൽകും. 1:45 ലാമിനേറ്റഡ് ബുക്ക്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. 1:50 ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലാമിനേറ്റഡ് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിലെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ചു നോക്കുക, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. അവർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് OMR ഷീറ്റ് പുറത്തെടുക്കുക. OMR ഷീറ്റിലെ നെസസറി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, കൃത്യമായി ഫില്ല് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ചെക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ അതിൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ എന്തെങ്കിലും ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 180 ഇല്ലെങ്കിലോ ഏതെങ്കിലും പേജസ് മിസ്സിംഗ് ആണെങ്കിലോ ഉടൻ തന്നെ ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കുക. കൃത്യം 2 മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യതയോടുകൂടി അറ്റൻഡ് ചെയ്യുക. എക്സാമിനേഷൻ നടക്കുന്ന ടൈമിൽ ഇൻവിജിലേറ്റേഴ്സ് 2 അതിലധികമോ തവണ വെരിഫിക്കേഷനായി നിങ്ങളുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതൊരിക്കലും നിങ്ങളുടെ എക്സാമിനേഷനെ അഫക്റ്റ് ചെയ്യാതെ ഏറ്റവും കൃത്യമായി അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക. ആപ്ലിക്കേഷൻ്റെ ടൈമിൽ കസ്റ്റമറി ഡ്രസ് കോഡ് ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് റിലീജിയസ് ഡ്രസ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്രയും നേരത്തെ, അതായത് 1-2 മണിക്കൂർ മുന്നേ തന്നെ എത്തിച്ചേരേണ്ടതാണ്. കൃത്യം 5 മണിക്ക് തന്നെ എക്സാമിനേഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ ദർശന പ്രീ നീറ്റ് എക്സാമിനേഷൻ എഴുതി കടന്നു വരുന്ന കുട്ടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് എക്സാമിനേഷൻ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്ത് പറയുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാമിനേഷൻ? നല്ല എക്സാം ആയിരുന്നു. നന്നായിട്ട് ഏകദേശം നമ്മുടെ നീറ്റിന്റെ സെയിം സെയിം ആയിട്ട് എക്സാമിനേഷൻ. എനിക്ക് ഇപ്പൊ ഇറങ്ങിയിട്ട് നീറ്റ് ശരിക്കും കഴിഞ്ഞ പോലെ തോന്നുന്നു. നല്ല എളുപ്പമായിരുന്നു. നമ്മുടെ നീറ്റ് എക്സാമിന്റെ സെയിം പ്രൊസീജിയർ ഒക്കെ ഫീൽ ചെയ്തു. എളുപ്പമായിരുന്നു, പക്ഷെ നീറ്റ് ആംബിയൻസ് ഒക്കെ നമുക്ക് എഴുതാനൊക്കെ പറ്റി. നീറ്റിന്റെ സെയിം ആംബിയൻസ് ആയിരുന്നു. അതുകൊണ്ട് സെയിം പ്രൊസീജിയർ ഒക്കെ കണ്ടു, ആ സെയിം ഫീലിംഗ് വന്നു. ബയോളജി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. ആ സെയിം ആംബിയൻസ് കിട്ടുമോ എക്സാമിനേഷന്റെ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പോലെ തന്നെ ഉണ്ടായിരുന്നു. അതേ എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു. ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നന്നായിട്ട് ഞങ്ങൾക്ക് നീറ്റ് എഴുതി കഴിഞ്ഞൊരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടി
നീറ്റ് എക്സാമിലോട്ട് വന്ന പോലെ ഒരു കറക്റ്റ് നീറ്റ് എക്സാം എഴുതുന്ന പോലെ ഒരു ഫീലിംഗിലേക്ക് വന്നു. ക്വസ്റ്റ്യൻ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ശരിയായി. കാരണം ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. കുറച്ച് ടെൻഷൻ ഉള്ളിൽ സ്വാഭാവികമായിട്ട് കാണും. അത് കറക്റ്റ് നീറ്റ് എക്സാമിന്റെ അതേ ഫീലിംഗ് തന്നെയായിരുന്നു കിട്ടിയത്. നല്ലപോലെ നല്ല സൂപ്പറായിട്ട് എഴുതാൻ വേണ്ടി പറ്റി. നമുക്കാണെങ്കിൽ എന്നാ പേടി ടെൻഷനൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും. അടുത്ത നീറ്റിന് ശരിക്കുള്ള നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വളരെയധികം ഉപകാരപ്പെട്ടു ഈ എക്സാം. ശരിക്കും അടുത്ത ആഴ്ചത്തെ നമ്മൾ എങ്ങനെയാണോ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് ആ അറ്റ്മോസ്ഫിയർ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദർശനക്ക് സാധിച്ചു. ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഇത്രയും നാൾ അക്കാഡമിയിൽ മാത്രം അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയർ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇനി നീറ്റിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ, ബേസിക് പ്രൊസീജിയറിന്റെ ഐഡിയാസ് എല്ലാം കിട്ടി. നീറ്റിന്റെ ഒരു മോഡലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പേടി പോയി കിട്ടി. ഞാൻ നീറ്റ് കഴിഞ്ഞ വർഷം എഴുതിയിട്ടില്ല, ഫസ്റ്റ് ടൈം. സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെന്താ ആദ്യമായിട്ട് അതുകൊണ്ട് ആ പ്രൊസീജിയേഴ്സ് അതെല്ലാം മനസ്സിലായി. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ നീറ്റ് എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സീരിയസ്നെസ്സോടെ ഒന്ന് എഴുതാൻ പറ്റി. എക്സാമിനേഷന്റെ സെയിം ഒരു ആംബിയൻസ് ഒക്കെ കിട്ടിയോ? നീറ്റ് എഴുതുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നന്നായിട്ട് ആ ഒരു രീതിയിൽ നല്ല ടെൻഷനൊക്കെ തോന്നി. ടെൻഷൻ തോന്നിയത് നല്ല കാര്യമാണ്. ബിക്കോസ് നെക്സ്റ്റ് വീക്കിൽ എഴുതാൻ പോകുന്ന എക്സാമിനേഷന് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഇന്ന് ആ ടെൻഷൻ ഫീൽ ചെയ്ത് റീക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എക്സാമിനേഷന് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ദർശന അക്കാദമി ആദ്യമായിട്ട് എങ്ങനെ ഒരു പരീക്ഷ എഴുതിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് റിപ്പീറ്റേഴ്സിനൊക്കെ അറിയാം, ഇങ്ങനെ കൊണ്ടുപോയി എഴുതിച്ചിട്ടില്ല. ആദ്യത്തെ സംരംഭമാണ്. എനിക്കൊന്ന് വേറെ ആരും തന്നെ അങ്ങനെ ചെയ്യിക്കാറില്ലെന്ന് തോന്നുന്നു. സെൻറ്ററുകാരൊന്നും ചെയ്യിക്കില്ല, എല്ലാവരെയും കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി എഴുതിക്കുന്നത്. ഇപ്പോൾ അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മുടെ നീറ്റ് എക്സാം കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത് ദർശന പ്രീനീറ്റ DPN എന്ന് പറയും. എന്താ ഫീൽ ചെയ്തതെന്ന് പറ. നീറ്റ് പോലെ തന്നെ ഫീൽ ചെയ്തോ? എന്നാൽ അതിന് എന്താ നീറ്റ് പോലെ ഫീൽ ചെയ്യാൻ കാര്യം എന്നാ? അത് അങ്ങനെ നടത്തിയോണ്ട് എപ്പോഴും എഴുതുന്ന ക്ലാസ് ഒന്നും അല്ലല്ലോ. എപ്പോഴും എഴുതുന്ന ക്ലാസ് അല്ല. അപ്പം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത ആഴ്ച പോയി നീറ്റ് എക്സാം എഴുതിയാൽ പോരെ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.